എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത പ്ലസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പിക്ക് ലൈനിനെ കുറിച്ച് പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും അറിയാം, എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടെങ്കിൽ അറിയാം, ഞാൻ ഒരു AML പേഷ്യൻ്റ് ആയിരുന്നു ആ സമയത്ത്, ഡിസംബർ 23, 2023. അപ്പോൾ ആ ആദ്യത്തെ അഡ്മിഷനിൽ പിക്ക് ലൈൻ എനിക്ക് കിട്ടും. 3-ാം ദിവസമാണ് എനിക്ക് പിക്ക് ലൈൻ ഇടുന്നത്. 3 ദിവസം എനിക്ക് ക്യാനൽ കുത്തി കൈ നല്ല വേദനയായിരുന്നു. ലാസ്റ്റ് ക്യാനൽ കുത്തിയത് ഈ വിരലിലാണ് ലാസ്റ്റ് ക്യാനൽ കുത്തിയത്. എങ്ങും കിട്ടുന്നില്ല, എല്ലായിടവും ബ്ലോക്കാണ്. അപ്പോൾ ഇത് നമ്മൾ കൈ പൊക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ കണ്ണിൻ്റെ അവിടെ, മൂക്കിൻ്റെ അവിടെ അങ്ങനെ. അപ്പോൾ അന്ന് രാവിലെ നീരജ് സാറ് റൗണ്ട്സിന് വന്നപ്പം സാറ് പറഞ്ഞു, നമുക്കെന്നാൽ പിക്ക് ലൈൻ ഇടാം. അപ്പം ചേട്ടനോട് പറഞ്ഞു കൊടുത്തു എന്താ പിക്ക് ലൈൻ എന്നൊക്കെ. എനിക്കതിനെക്കുറിച്ച് അന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ക്രമേണയാണ് അതെന്താണെന്ന് പഠിച്ചത്. അപ്പോൾ അന്ന് ഇതിന് അമൃതയിലെ പിക്ക് ലൈന് ഒരു ടീം തന്നെയുണ്ട് ഇടാനായിട്ട്. അപ്പം അവരുടെ ആ പ്രൊസീജിയർ റൂമിലേക്ക് നമ്മളെ വീൽ ചെയറിൽ കൊണ്ടുപോകും. അവിടെ ചെന്ന് കഴിഞ്ഞ് അവരുടെ ബെഡിൽ കിടന്നിട്ട് നമുക്ക് കൈയുടെ അൾട്രാസൗണ്ട് എടുക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അൾട്രാസൗണ്ടാണ്, അവർക്ക് വെയിൻ കാണാനാണ്. അപ്പോൾ ആ ഹൃദയത്തോട് ചേർന്നുള്ള ഹൃദയത്തോടടുത്തുള്ള കയ്യിൽ നിന്നും വരുന്ന വെയിന്, അപ്പോൾ ആ വെയിന് കണ്ടെത്തി. അപ്പം അത് കണ്ടെത്തി. ഈ പിക്ക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിഞ്ഞ് നീളമുള്ള ഒരു ട്യൂബാണ്. അപ്പോൾ ആ ട്യൂബ് കയ്യിലൂടെ കിടത്തണമെങ്കിൽ അപ്പോൾ അവരകത്ത് ആ വെയിൻ കണ്ടിട്ട് അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യും. അത് ആ മാർക്ക് ചെയ്ത സ്ഥലത്തൂടാണ് അവർ ഈ ട്യൂബ് കയറ്റുന്നത്. അപ്പോൾ അതിന് നമ്മളെ ചെറിയ രീതിയിലൊന്ന് മരവിപ്പിക്കും, ഒരു ഇഞ്ചക്ഷൻ തരും, ആ ഭാഗം മാത്രം. എന്നിട്ട് നമ്മളുടെ തല ഇപ്പോൾ വലത് കൈയിലാണ് എടുക്കുന്നതെങ്കിൽ ഇടത് സൈഡിലോട്ട് ഇങ്ങനെ ചരിച്ച് വെക്കണം. അത് ഞരമ്പ് ക്ലിയറായിട്ട് കിട്ടാനായിട്ടാണ് അവർ പറയും. അത് അങ്ങനെ നമ്മൾ അറിയുന്നില്ല എന്താ ചെയ്യുന്നതെന്നൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ ആ ഭാഗം മരച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്ത് ഏകദേശം ഹൃദയത്തോടിൻ്റെ അടുത്തുള്ള ആ ഞരമ്പിൽ വരെ അവർ അത് എത്തിക്കും. അപ്പോൾ അതുകൊണ്ട് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ, അത് ആ വലിയ ഞരമ്പായതുകൊണ്ട് അതിൽ ധാരാളം രക്തമുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ മരുന്ന് അതിൽ അലിഞ്ഞു ചേർന്നിട്ട് നമുക്ക് ശരീരത്തിൽ ഫുൾ ബോഡിയിൽ പെട്ടെന്ന് മരുന്നെത്തും. അതാണ് ഒരു പെട്ടെന്നുള്ള ഒരു എഫക്റ്റ്. അപ്പോൾ ആ വെയിനിലോട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗം, അതായത് മേൽവശത്ത് കൈയുടെ മേൽഭാഗത്ത് അകവശത്തായിട്ട് ആ സെൻട്രൽ ഭാഗത്തിൽ ആണ് ആ പോയിൻ്റ്. അപ്പോൾ അവിടുന്ന് ഒരു കുപ്പി പോലൊരു സാധനം തൂങ്ങിക്കിടക്കും വെളിയിലോട്ട്. അതിലൂടെയാണ് നമുക്ക് മരുന്ന് കയറ്റുന്നതും. അതിനൊരു അടപ്പുണ്ട്. അപ്പോൾ നേഴ്സുമാർ വന്ന് ഈ അടപ്പ് തുറന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ അവർ വന്നാൽ ഉടനെ കയ്യിൽ ഗ്ലൗസ് ഇടും. കൈ സാനിറ്റൈസ് ചെയ്ത് കയ്യിൽ ഗ്ലൗസ് ഇട്ട്, കീമോ മരുന്നാണ് തരുന്നതെങ്കിൽ ഗൗണും ഇടും, കോട്ട് അവരുടെ അന്നേരം ഇടേണ്ട ഒരു കോട്ടുണ്ട്, അതും ഇട്ടിട്ട് നമുക്ക് മരുന്ന് തരുന്നത്. അപ്പോൾ എന്നിട്ട് അവർ ആ അടപ്പൂരിയിട്ട് അവിടെ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്ത് 3 പ്രാവശ്യം ഫ്ലഷ് അടിക്കും. എന്തെങ്കിലും ബ്ലോക്കുണ്ടോ, കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, 3 പ്രാവശ്യം ഫ്ലഷ് അടിച്ചിട്ടാണ് നമുക്ക് മരുന്നിടുന്നത്. അതുപോലെ മരുന്ന് തീർന്നു കഴിഞ്ഞാലും അവർ 3 പ്രാവശ്യം ഫ്ലഷ് അടിക്കും. കാരണം എന്തെങ്കിലും മരുന്നിൻ്റെ പൊടിയോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും അതിൽ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അത് പോകാനായിട്ടാണ് ആ 3 പ്രാവശ്യം ഫ്ലഷ് അടിക്കുന്നത്. അപ്പോൾ ഈ പിക്ക് ലൈനിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നോക്കിയിട്ട് ദീർഘകാലം ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരിക. ചിലർക്ക് വളരെ കാലം ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും അങ്ങനെയുള്ള ഘട്ടത്തിൽ. അതുപോലെ ഈ കീമോതെറാപ്പി, അതെനിക്ക് തോന്നുന്നു ബ്ലഡ് ക്യാൻസറിനും ഹെമറ്റോളജിയിലാണ് അത് കൂടുതലും
കണ്ടിരിക്കുന്നത്. കാരണം ക്യാൻസർ അല്ലെങ്കിൽ പോലും മജ്ജ വളരാത്തത്, അങ്ങനെ കുറേ ബ്ലഡിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ക്യാൻസർ അല്ലാതെ തന്നെ. അപ്പോൾ അതൊക്കെ ദീർഘകാലം ട്രീറ്റ്മെൻ്റ് ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിൽ. പിന്നെ അതുപോലെ ഈ ചിലർക്ക് ഈ കീമോതെറാപ്പിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വായൊക്കെ പൊട്ടിയിട്ട് ഫുഡ് കഴിക്കാതെ വരും. അങ്ങനെ പോഷകം കുറയും ശരീരത്തെ. അപ്പോൾ ന്യൂട്രീഷ്യൻസ് കയറ്റുന്നതിന് വേണ്ടിയിട്ട് മെഡിസിനും ന്യൂട്രീഷ്യൻസും കൂടെ ചേർത്തിട്ട് IV യിലൂടെ കൊടുക്കുന്നത് എനിക്ക് തന്നിട്ടില്ല, എന്നാലും ഞാൻ പലർക്കും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ അമൃതയിൽ 5 മണിയാകുമ്പം ബ്ലഡ് എടുക്കും. ഡെയിലി ബ്ലഡ് ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ 5 മണി നമുക്ക് പിക്ക് ലൈൻ ഉണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റേഴ്സ് വന്ന് ബ്ലഡ് എടുത്തിട്ട് പോകുന്നത് അറിയുന്ന പോലും ഇല്ല. അവർ ഇങ്ങനെ കൈവച്ച് കൊടുത്താൽ മതി, അവർ എടുത്തിട്ട് പൊക്കോളും. നമ്മൾ ഉറങ്ങിയാൽ നമ്മൾ എന്താണെങ്കിലും നമുക്ക് അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ മരുന്നിൻ്റെയൊക്കെ കൊണ്ട് ചിലപ്പോൾ ഒന്ന് മയങ്ങിക്കിടക്കുകയായിരിക്കും. അവരാ സമയത്ത് വന്ന് എടുത്തുകൊണ്ട് പൊക്കോളും. അതുപോലെ ആൻറ്റിബയോട്ടിക്കൊക്കെ രാവിലെ 5 മണിക്ക് തരണമെങ്കിൽ അവർ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, നമുക്ക് ഇഞ്ചക്ഷൻ തരുകയോ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ അവരതിൽ കണക്ട് ചെയ്തിട്ട് പൊക്കോളും. നമ്മളറിയത്തില്ല. മരുന്ന് തീരുമ്പോൾ അവർ തന്നെ അത് ഉരിമാറ്റി ചെയ്തോളും. അപ്പം നമുക്ക് ഒരു പേഷ്യൻറ്റിന് അതൊരു ഡിസ്റ്റർബ് വരുന്നില്ല. ഡെയിലി ക്യാനിൽ കുത്തുവാണെങ്കിൽ ആ കുത്തുന്ന ഭാഗം നീര് വെക്കുക, അതുപോലെ ബ്ലോക്ക് ആകുക, മാറി മാറി കുത്തേണ്ടി വരും. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് IV-ക്ക്. ഞരമ്പ് കിട്ടാതെ വരിക, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒരു വലിയ രക്ഷയാണ് പിക്ക് ലൈന്. എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാനത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഈ പിക്ക് ലൈൻ ഒരു വലിയ അനുഗ്രഹമാണ്. അതുപോലെ പിക്ക് ലൈനെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ പിക്ക് ലൈന് ഇട്ട് കഴിഞ്ഞവരൊരു കവറിങ് അതിൽ ഒട്ടിക്കും. നമ്മളത് നനയ്ക്കാൻ പാടില്ല. കുളിക്കുമ്പം നമ്മൾ അതിൽ ഫുഡൊക്കെ പൊതിയുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റോളുണ്ട്, അതിട്ട് കൈ നന്നായിട്ട് ചുറ്റിയിട്ട് വേണം കുളിക്കാൻ. കൈ നനയ്ക്കും. വെയിറ്റ് ഉള്ളത് എടുക്കല്ലേ. അത് ഞരമ്പിന് ചിലപ്പം അവിടെ നിന്ന് അവർ കണക്ട് ചെയ്തിരിക്കുന്നത് വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവാണത്. പിന്നെ അതുപോലെ എൻ്റെ ആദ്യത്തെ അഡ്മിഷനിൽ എനിക്ക് കീമോ ഗുളിക രൂപത്തിലായിരുന്നു കീമോ. അപ്പോൾ രണ്ടാമത്തെ അഡ്മിഷനിലാണ് എനിക്ക് ശക്തി കൂടിയ കീമോ തരുന്നത്. 7 ദിവസം രാത്രിയും പകലും ഒരുപോലെ കീമോ. 7+3 എന്നാണ് അതിൻ്റെ പേര്. കീമോയുടെ പേരതാണ്. അത് 7 ദിവസം കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ഈ പിക്ക് ലൈൻ ഇല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. നമ്മളെ ദേഹം മുഴുവൻ കുത്തിയാലും നമുക്ക് ഞരമ്പ് കിട്ടത്തില്ല. മാറി 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 കുത്തിയാലും ഞരമ്പ് കിട്ടത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ നമുക്കിത് അത് കഴിഞ്ഞിട്ട് ഈ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് നമ്മുടെ വായെല്ലാം പൊട്ടും, ശരീരമെല്ലാം ഈ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞിട്ട് ചതഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരും. നമുക്ക് ആകെ ക്ഷീണവും ആവശ്യമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈ വേദനയും കൂടെ. അപ്പോൾ ഈ പിക്ക് ലൈന് വലിയൊരു ഉപകാരമാണ്. പിന്നെ പിക്ക് ലൈന് ചില ദൂഷ്യങ്ങളും ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പഴുപ്പുണ്ടാകാം, പിന്നെ ചൊറിച്ചിലുണ്ടാകാം, ബ്ലോക്ക് ഉണ്ടാകാം. അത് ചെറിയ പ്രശ്നങ്ങളാണ്. അത് നമ്മൾ അപ്പോൾ കാണുകയാണെങ്കിൽ അന്നേരം തന്നെ നമ്മൾ ഡോക്ടറിനോട് പറയുക. അവർ പിക്ക് ലൈൻ ടീമുമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ട് നമുക്കത് ചെയ്തു തരും. എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെ ഉള്ളവർ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ച് പേരെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഡിസ്ചാർജ് സമയത്ത്, അതായത് എനിക്ക് 6 മാസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഡിസംബറിൽ ഞാൻ ജൂൺ 1-നാണ് ഡിസ്ചാർജ് ആകുന്നത്. ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസവും 22 ദിവസം അഡ്മിഷൻ ആവണം. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ പതുക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആ ലാസ്റ്റ് ജൂൺ 1-ന് ഡിസ്ചാർജ് ചെയ്യുമ്പം ബോൺമാരോ എടുത്താണ് നമ്മളെ ഡിസ്ചാർജ് ചെയ്യുന്നത്. എന്താണ് ബോൺമാരോ എന്നും ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ആ ഡിസ്ചാർജ് ചെയ്ത്
നമ്മൾ വീട്ടിൽ വിടുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ റിസൾട്ട് അറിയാനായിട്ട് ചെല്ലുന്നു. അപ്പോൾ ആ റിസൾട്ട് അറിയാൻ ചെല്ലുമ്പം നമ്മൾ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓക്കെയാണ്, നമ്മൾ നെഗറ്റീവായി നമുക്ക് എങ്കിൽ നമുക്ക് ആ സമയത്താണ് പിക്ക് ലൈൻ അഴിക്കുന്നത്. അപ്പോൾ എപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നോ അപ്പോൾ പിക്ക് ലൈൻ ഇടും. എപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചിലർക്ക് 6 മാസം 1 വർഷം വരെ യൂസ് ചെയ്യാം, ചിലർക്ക് 6 മാസം എടുക്കാം, ചിലർക്ക് 8 മാസം എടുക്കാം. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും. അപ്പോൾ ആ ഒരു ലാസ്റ്റ് ഡിസ്ചാർജിൽ എല്ലാം ഓക്കെ ആയിട്ടുള്ള ആ ലാസ്റ്റ് ഡിസ്ചാർജിലാണ് ഈ പിക്ക് ലൈന് എടുക്കുന്നത്. അത് വളരെ ഈസി ആയിട്ടൊരു പ്രൊസീജിയറാണ്. പിന്നെ നമുക്ക് കൈ അനക്കൽ അങ്ങനെയൊന്നുമില്ല, കൈ സാധാരണ പോലെ യൂസ് ചെയ്യുക. എപ്പോഴും നമ്മൾ പിക്ക് ലൈനിന് ഒരു ശ്രദ്ധ കൊടുക്കണം. പിക്ക് ലൈൻ അവിടെ ഉണ്ട്, അതിന് എന്തെങ്കിലും ചൊറിച്ചിലുണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടോ, നഴ്സുമാർ മരുന്നിട്ടിട്ട് പോയാലും അവരെന്തെങ്കിലും ശ്രദ്ധിക്കാതെ എന്തെങ്കിലും ഇതുണ്ടോ, അങ്ങനെയൊക്കെ നമ്മളെപ്പോഴും അതിനെ ഒരു കെയർ ചെയ്യണം. പിന്നെ ആ ഭാഗം നനയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടൊരു ചെറിയ ചൊറിച്ചിലുമൊക്കെ ഉണ്ടാകും. പിന്നെ 7 ദിവസം കൂടുമ്പോൾ ഇവർ ക്ലീൻ ചെയ്യുമ്പോൾ അവർ നല്ലതായിട്ട് സാനിറ്റൈസ് ചെയ്ത് ഒക്കെ ഇതായിട്ട് അവർ ക്ലീൻ ആക്കുന്നത് കൊണ്ട് നമുക്ക് ആ സമയത്ത് ചൊറിച്ചിലും ഒക്കെ മാറും, ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല. നല്ല കെയറിങ് ആയിട്ടാണ് നമുക്ക് നഴ്സുമാരാണേലും പിക്ക് ലൈൻ ടീമാണേലും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തെങ്കിലും പിക്ക് ലൈനെക്കുറിച്ച് നഴ്സുമാർക്ക് അവിടെ പറ്റിയില്ലെങ്കിൽ അപ്പോഴേ അവരുടെ ടീമെത്തി അത് കറക്റ്റാക്കും. അതുകൊണ്ട് നമുക്ക് ഈ പിക്ക് ലൈൻ എപ്പോഴും ഒരു വലിയൊരു ഉപകാരമാണ്. ഈ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പിക്ക് ലൈനെക്കുറിച്ച്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പ്രോത്സാഹിപ്പിക്കുക, തെറ്റുകൾ കാണിച്ചു തരിക. നമസ്കാരം.